കൊല്ലം. മഹാരാഷ്ട്രയിലെ പൂനെയിലെ അഗാഖാൻ പാലസിലേക്കാണ് നമ്മൾ പോകുന്നത്. രാകേഷ്. നമ്മളുടെ യാത്ര അഗാഖാൻ പാലസിലേക്കാണ്. സുൽത്താൻ മുഹമ്മദ് ഷാ 1892 പണി കഴിപ്പിച്ച കൊട്ടാരമാണ് അഗാഖാൻ പാലസ്. സ്വാതന്ത്ര്യ സമരവുമായി അഭേദ്യമായ ബന്ധമാണ് ഈ കൊട്ടാരത്തിനുള്ളത്. മഹാത്മാഗാന്ധിയെ തടവിൽ പാർപ്പിച്ചിരുന്ന സ്ഥലമാണ്. പാലസിൽ എത്തിയിട്ടുണ്ട്. രാകേഷ് ഭായി കാ ഓട്ടോ മെയിൻ. മഹാത്മാഗാന്ധിയുടെ പ്രിയ പത്നി കസ്തൂർബായും പ്രൈവറ്റ് സെക്രട്ടറി മഹാദേവ് ദേശായിയും അന്ത്യവിശ്രമം കൊള്ളുന്നതും ഇതേ സ്ഥലത്താണ്. അവർ അന്ത്യശ്വാസം വലിച്ചതും ഇവിടെ വെച്ചാണ്. ഇപ്പം നമ്മൾ അഗാഖാൻ പാലസിലാണ്. അഗാഖാൻ പാലസിൻ്റെ എൻട്രി ഇങ്ങോട്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതിനെ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് ഗാലറി. അപ്പം ഫസ്റ്റ് ഗാലറിയിലോട്ടൊന്ന് കയറാം കേട്ടോ. ഇപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട വിവിധ പിക്ചേഴ്സ്. Cripps met Indian leaders. The resolution defining attitude. എവിടെ ഇരിക്കുന്നത്? അപ്പോൾ ഇവിടെ ഗാന്ധിജിയുടെ ഒരു മെഴുക് പ്രതിമ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും അടുത്ത ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ഇവിടെ ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ പാസ്റ്റ്. അപ്പോൾ ഗാന്ധിജിയെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് അതാണ് അടുത്തത്. ദെൻ ഡു ഓർ ഡൈ. മഹാദേവ് ദേശായി അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിൽ അദ്ദേഹത്തിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ഗാന്ധിജിയുമൊത്ത് അദ്ദേഹം നിൽക്കുന്നൊരു ഫോട്ടോയുണ്ട്. മഹാത്മാഗാന്ധിയുടെ പ്രവർത്തനങ്ങളെ അത്യധികം ഉൾക്കൊണ്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് മഹാദേവ് ദേശായി അറിയപ്പെടുന്നത്. ഇവിടെയും മഹാത്മാഗാന്ധിയുടെ മറ്റൊരു പ്രതിമ ഇരിപ്പുണ്ട്. ഒരു കുട്ടിയും ഒന്നിച്ചുള്ള ഒരു രംഗമാണ് ആ പ്രതിമയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇവിടെ കുറച്ച് അധികം സ്റ്റാച്യൂസ് ഉണ്ട്. ഇത് ഏത് മൂവ്മെൻ്റ് ആണെന്ന് നമുക്ക് നോക്കാം. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാച്യൂസാണ്. 1942 ആഗസ്റ്റ് മുതൽ 1944 മെയ് വരെ ഗാന്ധിയെയും കസ്തൂർബായെയും ദേശായിയെയും തടവിൽ പാർപ്പിച്ചു. ഇവിടെ റേഡിയോ ഇരിപ്പുണ്ട്. ആയിരത്തി 1942 തന്നെ ദേശായിയും 1944 ഫെബ്രുവരി കസ്തൂർബ ഗാന്ധിയും ഇവിടെ വെച്ച് തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ റൂമിൽ നിന്നും പുറത്തിറങ്ങി നമുക്ക് അടുത്ത സ്ഥലത്തുനിന്ന് നോക്കാം. ഇവിടെ ഗാലറി നമ്പർ 5 ഗാന്ധിജിയുടെ ചെരുപ്പ്. 1969 ഈ കൊട്ടാരം ഭാരത സർക്കാരിന് കൈമാറപ്പെട്ടു. ഇവിടെ ഗാന്ധിജി ഉപയോഗിച്ച വസ്തുക്കളൊക്കെയാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ വടിയിരിപ്പുണ്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ ചപ്പലുകൾ, പിന്നെ കസേര, നിരവധി വസ്തുക്കൾ. സം പേഴ്സണൽ എഫക്റ്റ് ഓഫ് ബാപ്പു. അപ്പോൾ അദ്ദേഹത്തിനെ കുറേ നാൾ അറസ്റ്റ് ചെയ്ത് ഇവിടെ സൂക്ഷിച്ചപ്പോഴായിരിക്കും.
request to government on Kasturba's funeral, a welcome mistake, the root cause of her popularity. അപ്പോൾ കസ്തൂർബായെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കസ്തൂർബായുടെ ഒരു പിക്ചർ, ഗാന്ധിജിയുടെ ഒരു പ്രതിമ, കുറച്ച് പീഠങ്ങൾ, ഇതൊക്കെ അന്ന് ഉപയോഗിച്ചിട്ടുള്ളതാണ്. കസ്തൂർബ ആൻഡ് ഗാന്ധി, അവരുടെ കുറച്ച് ചെറുപ്പകാലത്തെ പിക്ചർ. അപ്പോൾ ഈ അഗാഖാൻ പാലസിൻ്റെ ഇടനാഴികളിലൂടെ നമ്മൾ വീണ്ടും നടത്തം തുടർന്നു. വളരെ മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് വരുന്നത്. ഇതൊരു 2ാമത്തെ ഫ്ലോറാണെങ്കിലും വളരെ ഉയരമൊന്നുമില്ല. അല്ലല്ല, ഇത് ഫസ്റ്റ് ഫ്ലോർ തന്നെയാണ്. ഇവിടെ ഒരു താഴ്ന്ന പ്രദേശം, വളരെ മനോഹരമായ ഒരു ഗാർഡൻ, പോച്ച കയറി കാട് പിടിച്ച് കിടക്കും. This way. ഇത് നല്ലൊരു ഏരിയ കേട്ടോ, അടിപൊളി രസമുണ്ട്. ഇതൊക്കെയും പാലസിന്റെ ഭാഗങ്ങളാണ്. ഇവിടെ rest the ashes of Mahatma Gandhi. കസ്തൂരിജി വിശ്രാന്തി, കസ്തൂർബ ഗാന്ധി. ഇത് കസ്തൂർബ ഗാന്ധിയെ അടക്കിയിരിക്കുന്ന സ്ഥലം. ഇവിടെ മഹാദേവ് ദേശായി, ഗാന്ധിയുടെ സെക്രട്ടറി അദ്ദേഹത്തെ ഇവിടെയാണ് അടക്കിയിരിക്കുന്നത്. പിന്നെ ഇവിടെ മഹാത്മാഗാന്ധിയുടെ അസ്ഥി നിമഞ്ജനം ചെയ്തിരിക്കുന്ന സ്ഥലം. അതെല്ലാം എനിക്കെടുത്ത് ജീവസ് അത്ര അല്ല അവിടുന്ന് എടുത്തു വെച്ചിടാം.